ഗൈസ്, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ട് സെൻട്രൽ ബാക്കുകളായിട്ടുള്ള താരം, വിദേശ താരമായിട്ടുള്ള ലെസ്കോവിച്ച്, അതുപോലെ ഇന്ത്യൻ താരമായിട്ടുള്ള ഹോമിപ്പാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതിലിപ്പോൾ ആദ്യം നമുക്ക് ലെസ്കോവിച്ചിലേക്ക് വരാം. ലെസ്കോവിച്ചിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്കറിയാലോ, അദ്ദേഹം കഴിഞ്ഞ 3 സീസണുകളായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗമായിട്ട് ഉള്ളൊരു താരമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രാക്റ്റ് അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്നുള്ള നിലയ്ക്കൊക്കെയാണ് കാര്യങ്ങളുള്ളത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒപ്പീനിയൻ കാര്യം ഒന്ന് സംസാരിക്കാമെന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒരു എൻ്റെ അടുത്താണ് ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ എൻ്റെ ഒരു ഉത്തരം എക്സ്റ്റെൻഡ് ചെയ്യണ്ട എന്നുള്ളത് തന്നെയായിരിക്കും. അതിനുള്ള കാരണം അദ്ദേഹം ഒരു മോശം പ്ലെയർ ആണെന്നുള്ള അർത്ഥമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ടീമിലുള്ള മറ്റ് വശങ്ങളോ അല്ലെങ്കിൽ ആസ് എ ലീഡർ എന്ന നിലയിലുള്ള കാര്യങ്ങളോ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ആ ഒരു കാര്യത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആസ് എ പ്ലെയർ എന്ന നിലയിൽ നമുക്കറിയാം പുള്ളി ഒരു കിഡ്ലൻ ഡിഫൻഡർ തന്നെയാണ്. ISL തന്നെ വൺ ഓഫ് ദി ടോപ്പ് ഡിഫൻഡേഴ്സിൽ ഒരാൾ തന്നെയാണ് ലെസ്കോവിച്ച് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ആസ് എ ലീഡർ എന്ന നിലയിൽ പുള്ളി അടിപൊളിയാണ്. പുള്ളി ഫീൽഡിലുണ്ടെങ്കിൽ ടീമിന് ഒരു എക്സ്ട്രാ ബൂസ്റ്റാണ്, മറ്റ് പ്ലേയേഴ്സിനെയും കൂടി സ്വാധീനിക്കാൻ കെൽപ്പൊക്കെ ഉള്ള താരമാണ് അദ്ദേഹം എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ളൊരു താരമാണ് എന്നുള്ളതാണ്. അദ്ദേഹം 2021 വന്ന സമയത്ത് തന്നെ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിട്ടാണ് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഇഞ്ചുറി പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം അല്ലെങ്കിൽ ഒരുപക്ഷെ ക്രൊയേഷ്യയുടെയൊക്കെ നാഷണൽ ടീമിൽ കൂടുതൽ മത്സരങ്ങളൊക്കെ കളിക്കേണ്ട ഒരു താരമായിരുന്നു. കാരണം അദ്ദേഹം വരുന്നത് പോലും ക്രൊയേഷ്യയിലെ ടോപ്പ് ടയറിൽ നിന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഗെയിം ടൈം കുറയുന്നു, കുറച്ച് ആ ലാസ്റ്റ് സീസൺസിലൊക്കെ അദ്ദേഹത്തിന് മത്സരങ്ങൾ കുറവായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റീസൺ ഇഞ്ചുറി എന്നുള്ളതാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ സീസണിൽ നമുക്കറിയാം അദ്ദേഹം അങ്ങനെ ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും അധികം അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല. പെർഫോമൻസ് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് 21 മത്സരങ്ങളിൽ തന്നെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആ സീസണിൽ നമ്മൾ ഫൈനൽ ഉൾപ്പെടെ 23 മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മൊത്തത്തിൽ കളിച്ച് 21 മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല നമ്പർ തന്നെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിലേക്ക് വരുന്നൊരു സമയത്ത് അദ്ദേഹത്തിന് ഇഞ്ചുറി പ്രശ്നം പണി കിട്ടി എന്നുള്ളതാണ്. അപ്പം എനിക്കൊന്ന് ജംഷഡ്പൂർ FCക്ക് എതിരെയാണെന്നൊരു മത്സരത്തിലാണ് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയിട്ട് പിന്നെ കുറച്ച് മത്സരങ്ങൾ കളിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി അദ്ദേഹത്തെ വലയ്ക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം 15 മത്സരങ്ങളാണ് കളിച്ചത്. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ അദ്ദേഹം 7 മത്സരങ്ങളായിട്ട് ചുരുങ്ങുന്നു എന്നുള്ളൊരവസ്ഥയാണല്ലോ. അതിൽ കൂടുതലും ഇഞ്ചുറി സിറ്റുവേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമുക്കറിയാം ഈ സീസണിൽ മിലോസ് ഏറെക്കുറെ ടീമിൽ സെറ്റായി അദ്ദേഹം ആ ഒരു കോൺട്രിബ്യൂഷനെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഡിഫെൻസീവ്ലി ആണെങ്കിലും സംടൈംസ് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അദ്ദേഹം ഇടുന്ന കമ്മിറ്റ്മെൻ്റ് ആണെങ്കിലും പിന്നെ അദ്ദേഹം ഒരു യങ് പ്ലെയർ ആണ്. പിന്നെ ഞാൻ റേറ്റ് ചെയ്യുന്നത് ഇപ്പം സിപ്പോ, വിക്ടർ അങ്ങനെയുള്ള പ്ലെയേഴ്സൊക്കെ ഇവാൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള സെൻട്രൽ ബാക്സ് ആണ്. സോ അവരെക്കാൾ മുകളിൽ തന്നെയാണ് മിലോസിനെ റേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു യങ് എന്ന നിലയിൽ നമുക്ക് കുറച്ച് കാലം കൂടി ഉപയോഗിക്കാം. അത് മിലോസും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് കൂടുതൽ കാലം ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിന് ഇമ്പ്രൂവ് ചെയ്യേണ്ട ചില മേഖലകളൊക്കെ ഉണ്ട്. ആസ് എ ലീഡർ എന്ന നിലയിൽ ഉറപ്പായിട്ടും ലെസ്കോവിച്ച് തന്നെയാണ് മുകളിൽ നിൽക്കുന്നത്. അപ്പം ആ ഒരു തരത്തിലേക്കൊക്കെ മിലോസ് സെൻട്രൽ ബാക്കിൽ ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നൊരു അസറ്റ് തന്നെയായിരിക്കും. സോ ഈ ഒരു കാര്യമാണ് ലെസ്കോവിച്ചിനെ പറ്റി പറയേണ്ടതുള്ളത്. എന്നാൽ ഹോമിപ്പാമിനെ പറ്റി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാർക്കസ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്ലാനും ഇല്ല ഹോമിപ്പാമിനെ സെല്ല് ചെയ്യാൻ ഈ സീസൺ ശേഷം എന്നുള്ളതാണ്. കാരണം പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ ഹോമിപ്പാം ഈ ഒരു സീസണിന് ശേഷം ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം പ്രീതം കൊട്ടാലൊക്കെ വന്ന സാഹചര്യത്തിൽ പ്രീതം വന്ന സമയത്ത് കഴിഞ്ഞ സീസണിൽ തന്നെ പോകുമെന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം നിന്നു, പക്ഷേ ഈ സീസണിൽ ഒടുവിൽ പോകുമെന്നുള്ളതൊക്കെയാണ്. പക്ഷേ എനിക്ക് നിലവിലൊരു സാഹചര്യത്തിൽ ഇപ്പോൾ മാർക്കസ് പറയുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു ഹോമിപ്പാം പോകില്ല എന്നുള്ളത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ പ്രീതം ബെഞ്ചിലാണ്. ആ ഒരു സെൻട്രൽ ബാക്ക് പൊസിഷനിൽ പരിഗണിക്കുന്നത് ഹോമിപ്പാമിനെ തന്നെയാണ്. പ്രീതത്തെ പരിഗണിക്കുന്നത് പോലും നോക്കുകയാണെങ്കിൽ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഹോമിപ്പാമിൻ്റെ ഒരു കാര്യം എടുക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യ സീസണിൽ ലെസ്കോവിച്ചുമായിട്ടൊരു നല്ല കോമ്പിനേഷൻ ഉണ്ടായി, നല്ലൊരു ഗെയിം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു. പക്ഷേ കഴിഞ്ഞ സീസൺ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അത്ര ഒരു നല്ലതല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ ഒരു ഫാക്ടേഴ്സും അവിടെ ഉണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ബെറ്റർ വേർഷൻ ആയി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു യങ് പ്ലെയർ ആണല്ലോ. താരത്തിൽ ഇപ്പോൾ 23 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. സോ അദ്ദേഹത്തിന് ഒരു ഡിഫെൻസീവ്ലി അദ്ദേഹത്തിന് ഒരു പാർട്ട്ണർ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്കോ ആയിട്ട് കളിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത് തോന്നിയിട്ടുള്ളത്. എന്നാൽ എനിക്കിപ്പം ആ ഒരു സിപ്പോയിച്ചായിട്ടാണെങ്കിലും വിക്ടർ ആയിട്ടാണെങ്കിലും അത്ര ആ ഒരു കോംബോ വർക്കൗട്ട് ആയോ എന്നുള്ളത് ഡൗട്ടാണ്. എനിക്ക് തോന്നുന്നു പിന്നീട് കുറച്ചെങ്കിലും ഒന്ന് സെറ്റായത് മിലോസുമായിട്ടാണ് എന്നുള്ളതാണ്. സോ രണ്ടുപേരും താരതമ്യേന നോക്കുകയാണെങ്കിൽ ഇപ്പം കുറച്ച് യങ്ങാണ്. ഇപ്പം മിലോസ് 26 ആ ഒരു ഏജിലൊക്കെയാണല്ലോ ഉള്ളത്. അപ്പം അവർ തമ്മിൽ ഈ പറഞ്ഞതുപോലെ ഒരു കോമ്പിനേഷൻ ഇനിയും കൂടുതൽ സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിൽ നോക്കുമ്പോൾ ഒരു അസറ്റ്സ് തന്നെയായിരിക്കും. കാരണം ഒരുപാട് വർഷങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ രണ്ട് താരങ്ങളെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് വർക്കൗട്ട് ആകട്ടെ എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോമിപ്പാം ക്ലബ്ബ് വിട്ട് പോകുന്നതിനെ പറ്റി ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട്, പക്ഷേ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഒരു കോമ്പിനേഷൻ കുറച്ചും കൂടി സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അത് തീർച്ചയായിട്ടും ഗുണകരമായി മാറുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ദാറ്റ്സ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് സെൻട്രൽ ബാക്സിൻ്റെ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുമോ കാണിക്കാമെന്ന് വെച്ചാൽ